ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും KL43 ടെക് ട്രാവലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ ചൂടുകാലമൊക്കെ ആയി. അപ്പോൾ നമുക്ക് ഇതിൽ തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു റെഫ്രിജറേറ്റർ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു റെഫ്രിജറേറ്ററിൻ്റെ ആണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ബാ. അപ്പം മച്ചാന്മാരെ, നമ്മളിവിടെ ഒരു 1.5 ലിറ്ററിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റിൻ്റെ അളവിലാണ് നമ്മൾ ഇത് സാധനം സെറ്റ് ചെയ്യാൻ പോണത്. അത് വീട് പണിയൊക്കെ കഴിഞ്ഞ് ബാക്കി തന്നെ മൾട്ടിവുഡൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ സ്ക്രാപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ ബേസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു കട്ടിയുള്ള ഒരു മൾട്ടിവുഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നേരെ ഒന്ന് പകുതിയാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ ഈ പീസ് നമ്മൾ 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുപ്പി വരുന്നത് ഏകദേശം ഒരടിയോളം നമുക്ക് കുപ്പി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമുക്ക് ഈ മൾട്ടിവുഡിൻ്റെ കനവും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഈ പീസിൽ നിന്ന് മുറിച്ചെടുക്കാമേ. അപ്പോൾ മച്ചാന്മാരെ, നമുക്കിത് ഇതുവരെ ഒരു കത്തി ഉപയോഗിച്ച് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാമേ. അങ്ങനെ മച്ചാന്മാരെ, നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടാക്കാനുള്ള പീസസ് അളവിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് ഇനി പരിചയപ്പെടുത്താനുള്ളത് കുറച്ച് മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് ഒരു 12 വോൾട്ട് DC 1.5 ഇഞ്ച് ഫാൻ മോട്ടറാണ്. അതേപോലെ ഇതൊരു പെൽറ്റിയർ മൊഡ്യൂളാണ് കേട്ടോ. ഇതും വെച്ചിട്ടാണ് നമ്മൾ ഫ്രിഡ്ജ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ടുള്ള ഫാന്, ഗ്രില്ല് കാര്യങ്ങളെല്ലാം സാധനം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഹീറ്റ് സിങ്കാണ് കേട്ടോ. 2 എണ്ണം വരുന്നുണ്ട്. ഇതുവരെ തന്നെ 12 വോൾട്ട് ഫാനും വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട സ്ക്രൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം ഇനി. അപ്പോൾ മച്ചാന്മാരെ, ഇതാണ് പെൽറ്റിയർ മൊഡ്യൂൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ പ്രിന്റഡ് ആയിട്ടുള്ള എഴുത്ത് വരുന്ന ഭാഗമാണ് തണുപ്പ് വരുന്നത്. ഈ ഭാഗം നമുക്ക് ഹീറ്റ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പ്രിന്റഡ് വരുന്ന ഭാഗവും ഹീറ്റ് വരുന്ന ഭാഗം നോക്കി വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹീറ്റ് വരുന്ന ഭാഗം നമുക്ക് ഈ വലിയ ഹീറ്റിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതേപോലെ ഒരു ടേപ്പ് വരുന്നുണ്ട്. അത് നമുക്ക് കഴിച്ച് ഇതേപോലെ തന്നെ പൊളിച്ചെടുക്കാം. അപ്പോൾ അത് നമുക്ക് സ്ക്രൂ വരുന്ന ഭാഗം നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ പൊസിഷൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് ഈ പെൽറ്റിയർ മൊഡ്യൂൾ ഈ ഹീറ്റ് സിങ്കിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, നമുക്കത് നമ്മുടെ ഹീറ്റ് സിങ്കിൻ്റെ പാക്കറ്റിൻ്റെ കൂടി ഇതേപോലെ 2 പേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പേസ്റ്റ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫറിങ് ഒക്കെ പക്കയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇത് കറക്റ്റായിട്ട് എല്ലായിടത്തും നല്ല ഇതുപോലെ തേച്ച് നല്ല വൃത്തിക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എല്ലായിടത്തോട്ടും. അപ്പോൾ നമ്മുടെ പെൽറ്റിയർ മൊഡ്യൂളിൻ്റെ എഴുത്ത് വരുന്ന ഭാഗം തണുപ്പാണ്. അപ്പോൾ അത് മേളിലും ഹീറ്റ് വരുന്ന ഭാഗം നമുക്ക് ഈ വലിയ ഹീറ്റ് സിങ്കിൻ്റെ വശത്തേക്കും ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മുടെ ചെറിയ ഹീറ്റ് സിങ്കിലും ഇതേപോലെ തന്നെ ഈ പേസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാം. ഇനി ചെറിയ ഹീറ്റ് സിങ്ക് നമുക്ക് നമ്മുടെ പെൽറ്റിയർ മൊഡ്യൂളിൻ്റെ മേളിലേക്ക് വെച്ച് സെറ്റ് ചെയ്യാമേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 2 നെറ്റ് ബോൾട്ടും അതേപോലെ 4 പ്ലാസ്റ്റിക് വാഷറും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ഇതിലേക്ക് വെച്ച് സെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നെറ്റ് ഇതേപോലെ ഊരിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് വാഷർ ഇതേപോലെ നമുക്ക് കയറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ വലിയ ഹീറ്റ് സിങ്കിൻ്റെ സ്ക്രൂ ചെയ്യാനുള്ള ഭാഗത്തേക്ക് കയറ്റി വെക്കാമേ. ഇനി നെറ്റ് പൂട്ടേണ്ട ഭാഗത്ത് നമുക്ക് ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് വാഷർ ഇട്ട് നെറ്റ് സെറ്റ് ചെയ്യാമേ. അപ്പോൾ അത് ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ ഹീറ്റ് സിങ്കിൻ്റെ ഭാഗത്ത് ഈ 12 വോൾട്ട് ഫാൻ നമുക്ക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ അതിനുവേണ്ടി ഇതുവരെ വെച്ച ശേഷം നമുക്ക് 4 സ്ക്രൂ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അത് വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് ഈ ഗ്രില്ലും കൂടി ഇതിൻ്റെ പുറത്തേക്കൊന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഇതുപോലെ 4 ഡ്രൈ വാൾ സ്ക്രൂ ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ നമുക്കിത് 4 മൂലക്കം വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഹോൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 ഹോളിലേക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമ്മുടെ ചെറിയ ഹീറ്റ് സിങ്കിൻ്റെ ഭാഗത്തേക്ക് ഇത് 1.5 ഇഞ്ചിൻ്റെ ചെറിയ 12 വോൾട്ട് DC മോട്ടർ ഉണ്ട്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് ഇനി ചെയ്യേണ്ട ഇതിൻ്റെ എല്ലാം പോസിറ്റീവ് വയറും നെഗറ്റീവ് വയറുകളും എല്ലാം ഒരുമിച്ചാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വയർ കട്ട് ചെയ്ത് റെഡ് വയറെല്ലാം ഒരു സെറ്റായിട്ടും ബ്ലാക്ക് വയറെല്ലാം ഒരു സെറ്റായിട്ടും നമുക്ക് ജോയിൻ ചെയ്യാമേ. അങ്ങനെ മച്ചാന്മാരെ, നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബോഡിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടി തുടങ്ങാം.
അപ്പോൾ നമ്മുടെ മൾട്ടിവുഡിൻ്റെ ഒരു പീസിൽ ചെറിയ ഹീറ്റ് സിങ്ക് കയറാൻ പാകത്തിനുള്ളൊരു ഹോൾ നമുക്ക് ഇവിടെ മറിച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു ബ്ലേഡ് ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മൾട്ടിവുഡിൻ്റെ പീസിൽ ഇതുവരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് ഇതിൻ്റെ ബേസ്മെൻറ്റ് ഭാഗം ആദ്യം സെറ്റ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ഈ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ബോർഡും മൊഡ്യൂൾ സിസ്റ്റം നമുക്ക് അതിൻ്റെ അകത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു കവറും കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫാൻ വരുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേ മച്ചാന്മാരെ നമുക്കിത് ഈ പീസ് നമ്മൾ ഇതുവരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൽ കയറണ രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കണം. നമുക്കിത് ഇതേപോലെ ഒരു PC സോക്കറ്റ് എടുക്കാം കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഈ ബോർഡിന്റെ ബാക്ക് ഭാഗത്തേക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഹോൾ ഇടുന്നുണ്ട്. ഹോൾ ഇട്ടിട്ട് ഇതുപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് ഈ DC ജാക്കിന്റെ ചെറിയ പിന്ന് പോസിറ്റീവും വലിയ പിന്ന് കാണുന്നത് നെഗറ്റീവുമാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും മാറാണ്ട് തന്നെ നമുക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡ് പോസിറ്റീവിലും ബ്ലാക്ക് നെഗറ്റീവിലായിട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതേപോലെ ഒരു ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ബോഡി എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ബോഡി ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതേ ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമേ. ഇതുപോലെ നമുക്ക് ഉള്ളിലത്തെ പോർഷനെ നമുക്ക് ഇതേപോലെ തന്നെ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെഷീൻ്റെ സൈഡ് കവറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പീസ് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഇതേ ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ച് തന്നെ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാമേ. അപ്പം മച്ചാന്മാരെ നമുക്ക് ഈ ഫാൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു എയർ ഹോളും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഈ സ്കെയിൽ വെച്ച് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ബ്ലേഡ് വെച്ച് ഒന്ന് കട്ട് ചെയ്തൊരു ഹോൾ ഉണ്ടാക്കി എടുക്കാമേ. അപ്പോൾ നമുക്ക് ഈ ഹോൾ വഴിയാണ് എയർ വലിച്ചിട്ട് ഈ ഫാൻ വഴി നമുക്ക് പുറത്തേക്ക് പോരുന്നത്. ഈ ഹോളിൽ കൂടി നമുക്ക് എയർ വലിച്ചിട്ട് ഈ ഹീറ്റ് സിങ്ക് ചൂടാകും. അത് ചൂടായ എയർ നമുക്ക് ഈ ഫാൻ ഉപയോഗിച്ച് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മറ്റേ സൈഡും കൂടി നമുക്ക് ഈ മൾട്ടിവുഡ് ഉപയോഗിച്ച് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ച് നമുക്കത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ടോപ്പ് കവർ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് പശയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബോഡി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് ഇനി ഒരു ഫ്രണ്ട് ഡോറാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ 2 മൾട്ടിവുഡിൻ്റെ പീസ് എടുക്കുന്നുണ്ട്. നമുക്ക് കട്ടിയുള്ള ഡോറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് 2 എണ്ണം കൂടെ കൂട്ടി ഒട്ടിച്ച് കട്ടി കൂട്ടാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മൾട്ടിവുഡ് ഒട്ടിച്ച് ഡോറ് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ഡോർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡോർ ഇതിനകത്തോട്ട് വെച്ചൊന്ന് സെറ്റാക്കി നിർത്താം കേട്ടോ. ഇനി ഞാൻ ഇവിടെ ഒരു ഡ്രൈവാൾ സ്ക്രൂ എടുക്കുന്നുണ്ടേ. അപ്പോൾ ഡോറിൻ്റെ ഇഞ്ചസ് ആയിട്ട് നമുക്ക് ഈ സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്കായിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് നിർത്താവും. അതുപോലെ തന്നെ നമുക്ക് അടിഭാഗത്തുനിന്ന് ഒരു സ്ക്രൂ വെച്ച് കൊടുക്കാമേ. മച്ചാന്മാരെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോറ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു തട്ടലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലേഡ് വെച്ച് ചെത്തി വാട്ടർ പേപ്പർ ഒടിച്ചൊന്ന് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഡോറിൻ്റെ സ്മൂത്തായിട്ട് തന്നെ അടയുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ടോട്ടൽ ലുക്ക്. അപ്പോൾ മച്ചാന്മാരെ ഞാൻ ഇതേപോലെ ഒരു ഹാൻഡിലും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഈ ഭാഗത്തേക്കായിട്ട് പ്ലസ് കിക്ക് തന്നെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അടിഭാഗത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ 4 കാലുകൾ വെട്ടിയെടുത്തുണ്ട് കേട്ടോ. 4 മൂലക്കായിട്ട് നമുക്ക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. ഇതേപോലത്തെ പോളിഫോം നമുക്ക് തണുപ്പ് പോകാണ്ടിരിക്കാൻ വേണ്ടി ഡോറിൽ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡോറിൽ തണുപ്പ് പോകാണ്ടിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ മച്ചാന്മാരെ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫൈനൽ ലുക്ക്. ഒന്ന് പെയിൻറ്റും കൂടി അടിച്ചെടുത്ത സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി നമുക്കിത് ഇതേപോലെ ഒരു തെർമോക്കോൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഇതേപോലെ നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് തണുപ്പ് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി കൂളിങ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതുവരെ വെച്ച് കൊടുക്കുന്നത്. തെർമോക്കോൾ ആകുമ്പോൾ അത്യാവശ്യം നല്ല തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്.
അപ്പോൾ നമുക്ക് തെർമോക്കോൾ ഇതേവരെ എല്ലാ ഭാഗത്തും നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ തെർമോക്കോൾ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് ഇനി ഇത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഒരു 12 വോൾട്ട് സപ്ലൈ നമ്മുടെ ജാക്കിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒരു ടെമ്പറേച്ചർ അറിയാൻ വേണ്ടി ഡിജിറ്റൽ തെർമോമീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് തണുപ്പിക്കാൻ വേണ്ടി ഒരു വെള്ളത്തിൻ്റെ കുപ്പിയും കൂടി വെക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് 32.9 നമുക്ക് റൂം ടെമ്പറേച്ചർ വരുന്നത്. അങ്ങനെ നമ്മുടെ കുട്ടി ഫ്രിഡ്ജിൻ്റെ സപ്ലൈ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻസർ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലത്തെ ടെമ്പറേച്ചർ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ദേ ഇവിടെ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 31.2 അങ്ങനെ കുറഞ്ഞ് നമുക്ക് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ വീഡിയോ ഞാൻ ഇത്തിരി സ്പീഡാക്കിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 1-2 മണിക്കൂറോളം നമുക്ക് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് അത്യാവശ്യം ടെമ്പറേച്ചർ ആയിക്ക് വരുന്നത് കേട്ടോ. ഇതിന് നമുക്ക് ഐസാകുന്ന ടെമ്പറേച്ചർ ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ പെൽറ്റിയർ മുടികൾ വെച്ച് നമുക്ക് ഐസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ ഫ്രിഡ്ജിൽ നമുക്ക് 17.3 വരെയൊക്കെ ലാസ്റ്റ് ടെമ്പറേച്ചർ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിക്കുള്ള തണുപ്പൊക്കെയാണ് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ സെറ്റാണ് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഈ ചെറിയ ഫ്രിഡ്ജിന്റെ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ക്ലിയറിയ നിർദ്ദേശങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.